ഏതാണ്ട് 4 മാസം മുൻപാണ് ഈ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു വിദ്യാർത്ഥിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇതിന്റെ പേരിലുണ്ടായ തർക്കങ്ങളാണ് ഇപ്പോൾ സ്കൂൾ ഏറ്റെടുക്കുന്ന തലത്തിലേക്ക് എത്തിയത്. സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും നിലപാട് അമിതാധികാര പ്രയോഗമാണെന്നാണ് മാനേജ്മെന്റ് പറയുന്നത്. ഈ ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രം സ്കൂളിന്റെ അധികാരം സർക്കാർ ഏറ്റെടുക്കുന്നത് അംഗീകരിക്കാനാകില്ല. ഇത് നിയമവിരുദ്ധവും അമിതാധികാര പ്രയോഗവുമാണ്. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും അവ ഭരിക്കാനും അവകാശമുണ്ട്. ഭരണഘടനാപരമായ ഈ അവകാശത്തിന്റെ ലംഘനമാണ് ഇപ്പോൾ നടക്കുന്നത്. സർക്കാർ തീരുമാനത്തിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയിൽ സ്കൂൾ മാനേജ്മെന്റ് ഹർജി സമർപ്പിച്ചു. സർക്കാർ നടപടി സ്റ്റേ ചെയ്യണമെന്നും സ്കൂളിന്റെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള അധികാരം തിരികെ നൽകണമെന്നുമാണ് മാനേജ്മെന്റ് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണത്തോടും തങ്ങൾ സഹകരിച്ചിട്ടുണ്ടെന്നും ഈ സഹകരണം ഇനിയും തുടരുമെന്നും സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നു. അതേസമയം ക്യാമ്പസിനകത്ത് ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവം സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണെന്നാണ് സർക്കാർ നിലപാട്. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും അതിനാലാണ് സ്കൂൾ ഏറ്റെടുക്കുന്നതെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. കൂടാതെ സ്കൂളിൽ ഭരണപരമായ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും സ്കൂളിന്റെ പ്രവർത്തനത്തിൽ സുതാര്യതയില്ലെന്നും സർക്കാർ കുറ്റപ്പെടുത്തുന്നു. സ്കൂളിൽ പല നിയമങ്ങളും പാലിക്കപ്പെടുന്നില്ലെന്നും വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നു. സ്കൂളിന്റെ ഭൂമി സംബന്ധിച്ചും സർക്കാർ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭൂമി കാർഷികേതര ഭൂമിയാണെന്ന് തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാൻ സ്കൂൾ മാനേജ്മെന്റിന് സാധിച്ചിട്ടില്ലെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്.